ഹല്ലേലൂയ. പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. കർത്താവ് അതിന് ഒരു ദിവസം കൂടി അനുവദിച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് നമ്മൾ കേട്ടു. അത് വെളിപാടിൻ്റെ വെളിപ്പെടുത്തൽ 18-ാം ഭാഗമായിരുന്നു. അത് ഞാൻ പറഞ്ഞിരുന്നില്ല. 18-ാം ഭാഗം. ഇനി നമ്മൾ വെളിപാടിൻ്റെ വെളിപ്പെടുത്തൽ എന്ന പുസ്തകം ഈ പുസ്തകം പഠിക്കുമ്പോൾ 19-ാം ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ അവസാന സമയത്തേക്ക് വന്നപ്പോൾ നിൻ്റെ ആത്മാവ് കുതിച്ച കനി നിന്നിൽ നിന്നും അകന്നുപോയി. അതിനെപ്പറ്റി നമ്മളൊരു കുറച്ചുകൂടെ വിശദമായിട്ടും ആഴത്തിലും പഠിക്കുകയുണ്ടായി. ഇനി ഇപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം അങ്ങോട്ട് വരുമ്പോൾ വെളിപാടിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ തന്നെ 20-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ ഒറ്റ മണിക്കൂർ കൊണ്ട് നീ നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ആ ഒറ്റ മണിക്കൂർ എപ്പോഴാണ്, ഏത് കാലഘട്ടത്തിലാണ് സംഭവിക്കുക എന്ന് നമ്മൾ ഇനിയാണ് പഠിക്കാൻ പോകുന്നത്. അത് നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ടത് വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിൽ വിജയഗീതം എന്നൊരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇതിനുശേഷം സ്വർഗത്തിൽ വലിയൊരു ജനക്കൂട്ടത്തിൻ്റേതുപോലുള്ള ശക്തമായൊരു സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റെതാണ്. ഒന്ന്, രക്ഷ. ആ രക്ഷയുടെ ഒന്നാം ഘട്ടമായിരുന്നു യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് വന്ന്, സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന് യേശു ക്രിസ്തു മനുഷ്യ ശരീരം സ്വീകരിച്ച് സുവിശേഷം പറഞ്ഞ് പിതാവും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പഠിപ്പിച്ച് മാനസാന്തരപ്പെടുകയും പശ്ചാത്തപിക്കുന്നൊക്കെ പറഞ്ഞ് കർത്താവ് പറഞ്ഞുകൊണ്ട് രക്ഷ നൽകി, എന്നിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്, രക്ഷയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് യേശു അത് കാണിച്ചത് പഠിപ്പിച്ചു. അതിനുശേഷം മനുഷ്യൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് സ്വന്തം ശരീരം പീഡയ്ക്ക് വിട്ടുകൊടുത്ത് മരണത്തിന് വിധേയമായിക്കൊണ്ട് കർത്താവ് മരണത്തെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ആ പദ്ധതി കർത്താവ് കാണിച്ചു തന്നു. അതിനുശേഷം ഈശോ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ് ഈശോ സ്വർഗത്തിലേക്ക് പോയി, വീണ്ടും വരുമെന്ന് പറഞ്ഞു പോയി. ഇത്രയും വരെയുള്ളതാണ് രക്ഷ. അത്രയും വരെയുള്ളതാണ് രക്ഷ. ഇനി അടുത്തതാണ്, അതായത് യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, യേശു ക്രിസ്തുവാണ് ഏകരക്ഷ, ഏകദൈവം എന്നൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്ത് സുവിശേഷത്തിൽ കൂടെ കയറി വന്ന് നമ്മൾ സനാതന സുവിശേഷത്തിൻ്റെ അടുത്ത് എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് പറയാണ് ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലെ സന്തോഷത്തെക്കുറിച്ചാണ് പറയുക. സ്വർഗത്തിൽ വിജയഗീതം. അപ്പോൾ ഈ കാലഘട്ടം അത്രയും, ലോകം കടന്നു വന്നിരിക്കുന്ന ഈ കാലഘട്ടം അത്രയും ലോകത്തുണ്ടായിരുന്ന എല്ലാ അസ്വസ്ഥതകളും അശുദ്ധവും ബീഭത്സമായ സകല പക്ഷികൾ, അതുപോലെ വ്യാപാരത്തിൻ്റെ പെരുപ്പത്തിലുണ്ടായ സംഭവങ്ങൾ, അതിനൊരു ധനം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പല ദൈവിക കനികളെ ഉപേക്ഷിച്ച് മറ്റ് കനികളിലേക്ക് പോയ അവസ്ഥകൾ, ഇതെല്ലാം കർത്താവ് ഒരു ശിക്ഷയുടെ കാലമായിട്ട് കണ്ടുകൊണ്ട് ഒറ്റ മണിക്കൂർ കൊണ്ട് കർത്താവ് നശിപ്പിച്ചിട്ട് ആ നാശത്തിന് ശേഷം സ്വർഗത്തിൽ വലിയ വിജയം ആഘോഷിക്കുന്ന അവസ്ഥയിൽ എത്തപ്പെട്ടിരിക്കുന്ന ക്ലാസ്സിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഈ സ്വർഗ 19-ാം അധ്യായത്തിലേക്ക് ലോകം പ്രവേശിച്ചിട്ടില്ല. സ്വർഗത്തിൽ വിജയഗീതം. അപ്പോൾ 18-ാം അധ്യായം സംഭവിച്ചിട്ടുമില്ല. ആ 18-ാം അധ്യായത്തിലെ ഒറ്റ മണിക്കൂർ കൊണ്ട് സംഭവിക്കുന്ന ആ സംഭവം, ആ വലിയ സത്യം, ആ വലിയ നടക്കാനിരിക്കുന്ന സംഭവം, അതിനു മുമ്പ് കർത്താവ് പറയുകയാണ്. ഒന്നുകൂടി 19-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, രക്ഷ. എന്താണ് രക്ഷ എന്ന് പറഞ്ഞു? യേശു ക്രിസ്തുവിലായിരിക്കുന്നതാണ് രക്ഷ. യേശുവിൽ വിശ്വസിച്ച് വിശുദ്ധി പ്രാപിച്ച് യേശുവിൽ ജീവിക്കുക, യേശു പറഞ്ഞു ജീവിക്കുക. മറ്റൊന്ന് മഹത്വം എന്ന് പറയുന്നതാണ് യേശുവിൻ്റെ രണ്ടാം വരവ്. ഭൂമിയിലേക്ക് യേശു ക്രിസ്തു രണ്ടാമത് വരുന്നതിനാണ് മഹത്വം എന്നുകൊണ്ട് ദൈവം ഇവിടെ അർത്ഥമാക്കുന്നത്. മറ്റൊന്ന് ശക്തി എന്ന് പറയുന്ന മഹത്വത്തിൻ്റെ രണ്ടാമത്തെ വേറൊരു സെക്ഷനാണ്. അതായത് ഈശോനാഥൻ സ്വർഗത്തിൽ വാനമേഘങ്ങളിൽ ഭൂമിയിലേക്ക് വരുന്നു, മനുഷ്യരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വരുന്നു. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി വന്നു കഴിയുമ്പോൾ ഈ മനുഷ്യരെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. അതായത് തെസ്സലോനിക്കരുടെ ലേഖനത്തിൽ 1 തെസ്സലോനിക്കരുടെ 5-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അപകലവും പൂർണ്ണമായിരിക്കേണ്ടവട്ടെ. അപ്പോൾ ഒരു മനുഷ്യ ശരീരം മുഴുവനും പൂർണ്ണ വിശുദ്ധി കൊണ്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ശക്തിയുണ്ട്, പരിശുദ്ധിയുടെ ശക്തി. അങ്ങനെ പരിശുദ്ധിയുടെ ശക്തി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾക്ക് യേശുവിൻ്റെ കൂടെ
മരിക്കാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാനുള്ള അതാണ് സംവഹിക്കപ്പെടുക, സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുക, റാപ്ചർ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. അതിൻ്റെ റാപ്ചറിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇതിൻ്റെ മുൻ ക്ലാസ്സുകളിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് പോയി കേൾക്കാവുന്നതാണ് പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ കർത്താവ് പറയുകയാണ്, രക്ഷയും മഹത്വവും ശക്തിയും അത് മൂന്നും കൂടെ ഒന്നിച്ച് തരുന്ന ഒരു സംഭവം ഇനിയാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ 1 മണിക്കൂർ കൊണ്ട് നശിപ്പിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഏത് കാലഘട്ടത്തിലാണ്, എങ്ങനെയാണോ നശിപ്പിക്കപ്പെടുക, അതിൻ്റെ സത്യം എന്താണ് എന്നുള്ളതിനെ പറ്റി കൂടെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതാ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു വചനം എന്ന് പറയുന്നത് ആമോസ് പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനത്തിലും വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കർത്താവ് അരുളി ചെയ്യുന്നു, ദമാസ്കസ് ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കില്ല, കാരണം അവർ ഗിലെയാദിനെ ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചു. അപ്പോൾ ദമാസ്കസ് എന്ന് പറയുന്നത് ലെബനോൻ്റെ തലസ്ഥാനമാണ് ദമാസ്കസ്. ലെബനോൻ്റെ ആണോ സിറിയയുടെ ആണോ? ലെബനോൻ്റെ തലസ്ഥാനം ദമാസ്കസ് ചെയ്ത, ലെബനോൻ ഇസ്രായേലിനെതിരെ ചെയ്ത അതിക്രമങ്ങൾ, സിറിയ ചെയ്ത അതിക്രമങ്ങൾ, പേർഷ്യൻ രാഷ്ട്രങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ, ഈജിപ്ത് ചെയ്ത അതിക്രമങ്ങൾ, അതെല്ലാം കർത്താവ് ഓരോന്നോരോന്നായിട്ട് കർത്താവ് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഗാസയുടെ മതിൽമേൽ ഞാൻ അഗ്നിയെ അയക്കും. ആമോസ് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം. ഗാസയുടെ മതിൽമേൽ ഞാൻ അഗ്നി അയക്കും. അപ്പോൾ ഇപ്പോൾ ഗാസ നിവാസികളുമായിട്ടുള്ള യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? യഥാർത്ഥ ദൈവം അർത്ഥമാക്കുന്ന അഗ്നി അവിടെ അയച്ചിട്ടില്ല. അതായത് ഇപ്പോൾ യുദ്ധം നടക്കുമ്പോൾ ബോംബുകളിടുന്ന ഭാഗത്ത് മാത്രം അഗ്നി ഉണ്ടാകുന്നു. എന്നാൽ ദൈവം അർത്ഥമാക്കുന്ന അഗ്നി എന്ന് പറയുന്നത് ആണവ മിസൈലാണ്, അണുസ്ഫോടനമാണ്. അതവിടെ സംഭവിച്ചിട്ടില്ല. അതിനുശേഷം പറയാണ്, ആകെ ഞാൻ ടയറിൻ്റെ മതിൽമേൽ അഗ്നി അയക്കും. ആമോസ് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം തിരുവചനം. സാഹോദര്യത്തിൻ്റെ ഉടമ്പടി അവർ വിസ്മരിച്ചു, ആകയാൽ ഞാൻ ടയറിൻ്റെ മതിൽമേൽ അഗ്നി അയക്കും. ടയർ എന്ന് പറയുന്നത് ഇറാഖ് പ്രദേശത്തെയാണ് ടൈർ ദേശം എന്ന് പറയുന്നത്. തേമാനുമേൽ ഞാൻ അഗ്നി അയക്കും. 1-ാം അധ്യായം 12-ാം തിരുവചനം. തേമാനുമേൽ ഞാൻ അഗ്നി അയക്കും. അതേത് രാഷ്ട്രം എന്നതിൻ്റെ അതെനിക്കറിയത്തില്ല. റബ്ബായുടെ അതിനുശേഷം 14-ാം അധ്യായം 1:14. ആകയാൽ ഞാൻ റബ്ബായുടെ മതിൽമേൽ അഗ്നി അയക്കും. അത് സൗദി അറേബ്യ ഒക്കെ ആവാം. അത് കറക്റ്റ് ഇരിക്കാൻ്റെ വിവർത്തനം ആ സ്ഥലം ഇപ്പോഴത്തേതെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ മൊബാബിൻ്റെ മേൽ ഞാൻ അഗ്നി അയക്കും. ഇങ്ങനെ യൂദായ്ക്ക് മേൽ ഞാൻ അഗ്നി അയക്കും. ഇങ്ങനെ കർത്താവ് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന് ചുറ്റുമുള്ള പല രാഷ്ട്രങ്ങളുടെയും മതിലിന്മേൽ അഗ്നി അയക്കും. എന്ന് പറഞ്ഞാൽ അതിർത്തികൾ, ഇസ്രായേലിനെ അതിർത്തി വേർതിരിച്ച് കാണിക്കുന്ന മറ്റ് രാഷ്ട്രങ്ങളുടെ അതിർത്തിയമേൽ, ആ രാഷ്ട്രങ്ങളുടെ മേൽ ഞാൻ ആണവ ബോംബുകൾ അയക്കും, അഗ്നി കൊണ്ട് അതിനെ ചാരമാക്കും കഴിയും. അതാണ് വെളിപാട് ഗ്രന്ഥത്തിൽ പറയുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് ആ നഗരത്തെ ഞാൻ ഇല്ലാതെയാക്കി, 1 മണിക്കൂർ കൊണ്ട് നീ നശിപ്പിക്കപ്പെട്ടു എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിലവിൽ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ വ്യാപാര വസ്തുക്കളെല്ലാം വാങ്ങാൻ കിട്ടും. സിമെൻറ്റ് കിട്ടും, കമ്പി കിട്ടും, മണൽ കിട്ടും, കെട്ടിട നിർമ്മാണങ്ങളും ഈ പറഞ്ഞ സ്വർണം, വെള്ളി, മുത്തുകളെല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും. ഇപ്പോഴും നശിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഏത് കാലഘട്ടത്തിലാണ്, എപ്പോഴാണ് ഈ 1 മണിക്കൂർ അല്ലെങ്കിൽ എപ്പോഴാണ് ഈ സംഭവം നടക്കുക എന്ന് നമ്മൾ ഇപ്പോൾ 2025 പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വേറൊരു വചനത്തിലും കൂടെ നമ്മൾ പോയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനമാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ഇങ്ങനെയാണ് കാണിക്കുന്നത്, അന്ന് ഞാൻ ജെറുസലേമിനെ ഭാരമേറിയ കല്ലാക്കും, അത് പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും, ഭൂമിയിലെ എല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിരപ്പടയാളികൾക്ക് ഭ്രാന്തും വരുത്തും. ജനതകളുടെ കുതിരകളെ അന്തമാക്കുന്ന അന്ന് ഞാൻ യൂദാഭവനത്തിന് കടാക്ഷിക്കും. യൂദായുടെ കുലങ്ങൾ പറയും, ജെറുസലേം നിവാസികൾക്ക് തങ്ങളുടെ ദൈവമായ സൈനികളുടെ കർത്താവിൽ നിന്ന് ശക്തി ലഭിച്ചിരിക്കുന്നു. ഇതാണ് ആ വചനം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ വേണം ഈ 3 യുഗങ്ങൾക്ക് മുമ്പ് എഴുതിയ വചനത്തെ 2025 ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ജെറുസലേമിൽ ഒരു ജെറുസലേം ദേവാലയം ഇല്ല. നമുക്കറിയാം, ഇസ്രായേൽക്കാർ ജെറുസലേം ദേവാലയം പണിയാനുള്ള ശ്രമത്തിലും അതിൻ്റെ പദ്ധതിയിലുമാണ്. ഇത്രയൊക്കെ ജെറുസലേമിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നമുക്കറിയാം, ഇപ്പോഴും അൽ-അക്സ പള്ളി അവിടെ തന്നെ ഇരിപ്പുണ്ട്. അൽ-അക്സ പള്ളി അവിടെ തൊട്ടിട്ടില്ല, അവർ ഇടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടില്ല, അത് ബുൾഡോസർ വെച്ച് മാന്തിയിട്ടില്ല, ബോംബിട്ട് തകർത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതങ്ങനെ തന്നെ അവിടെ ഇരിപ്പുണ്ട്. എന്തുകൊണ്ടാണ് അൽ-അക്സ പള്ളി ഇപ്പോഴും അവിടെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് അതിൻ്റെ രഹസ്യം മനസ്സിലായിട്ടുണ്ടോ
എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിൻ്റെ രഹസ്യം ഇതാണ് പ്രിയപ്പെട്ടവരെ. ഈ ജെറുസലേം ദേവാലയം ഇരുന്ന സ്ഥാനത്താണ് അലക്സ പള്ളി ഇരിക്കുന്നത്. ഈ അലക്സ പള്ളി എടുത്തു മാറ്റിയാലേ അവിടെ പുതിയ ജെറുസലേം ദേവാലയം വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയ ജെറുസലേം ദേവാലയം അവർ വെക്കുകയും അവിടെ 3.5 വർഷത്തെ ആരാധന നടക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം വരുന്നത് 2027 കാലഘട്ടത്തിലാണ്. ഈ 2027 അതാണ് എസ്കേൽ പറഞ്ഞ അവസ്ഥയിൽ 7 വർഷത്തെ യുദ്ധം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ 7 വർഷത്തെ യുദ്ധം എന്ന് പറയുന്നത് 2027 തുടങ്ങി 7 വർഷം 34 ആദ്യം വരെ, അല്ലെങ്കിൽ 2033 ഡിസംബർ 31 വരെയുള്ള കാലഘട്ടം, ആ 7 വർഷം. ആ 7 വർഷത്തെ യുദ്ധം നടക്കുമ്പോൾ അത് ഈ അലക്സ പള്ളി അവർ എടുത്തു മാറ്റുകയോ പൊളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, അത് സ്പർശിക്കുമ്പോൾ, അന്ന് ആണ് 3-ാം ലോക മഹായുദ്ധം ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെടുന്നത്. അങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് എന്തു സംഭവിക്കും? അന്ന് ഞാൻ ജനതകളുടെ കുതിരകളെ അത് പൊക്കുന്നവർ കഠിനമായി മുറിവേൽക്കും, ഭൂമിയിലെ എല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരും. അപ്പോൾ അങ്ങനെ ഒരു ജെറുസലേം ദേവാലയം അവിടെ പണിയാൻ പാടില്ലെന്നും അലക്സ പള്ളി എടുത്ത് മാറ്റി ശരിയായിട്ടില്ലെന്നും അത് മുസ്ലിങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നും എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ജനവിഭാഗം, വലിയൊരു സൈനിക ശക്തി ഇസ്രായേലിനെതിരെ വരികയും അങ്ങനെ വരുമ്പോൾ കുതിരക്കാരന്മാർക്ക് ഭ്രാന്തും കുതിരപ്പടയാളിക്ക് പരിഭ്രാന്തിയും വരുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുതിരപ്പടയാളികൾ എന്ന് പറയുന്നത് ആണ് ഇന്നത്തെ ഭരണകർത്താക്കൾ, ഓരോ രാഷ്ട്രത്തിൻ്റെയും ഗവൺമെൻറ്റുകൾ. കുതിരക്കാരന്മാരെന്ന് പറയുന്നത് ഭരണകർത്താക്കൾ, ഗവൺമെൻറ്റുകൾ. കുതിരപ്പടയാളികൾ എന്ന് പറയുമ്പോൾ കുതിരകൾക്ക് പരിഭ്രാന്തി വരുന്നതുകൊണ്ട് മിസൈലുകളുടെ പരിഭ്രാന്തി വിരിച്ചതുപോലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇസ്രായേലിന് നേരെ വരികയും അങ്ങനെ വരുന്ന സമയം എപ്പോൾ വരുമോ അപ്പോൾ അവിടെ ഒരു മണിക്കൂറിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടങ്ങളിൽ എന്തു സംഭവിക്കുമെന്ന് വെച്ചാൽ, ഇസ്രായേലിനെതിരെ വലിയ ഭീകരയുദ്ധം വരുമ്പോൾ ഇസ്രായേൽ പിന്നെ ഒന്നും നോക്കുകയില്ല. ഈ മുമ്പ് പറഞ്ഞ ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞ ആ മതിലുകളുടെ മേൽ അഗ്നിയെ അയക്കും, ആണവ ബോംബുകൾ ഇസ്രായേൽക്കാർ ഇടും. അവർ പിന്നെ അതിനൊന്നും നോക്കിയില്ല. അപ്പോൾ ഇസ്രായേലിനെതിരെ മറ്റ് ആണവ ബോംബുകൾ വരും. അതിനെല്ലാം അവർ നിർവീര്യമാക്കുകയും അവരുടെ അയഡോമും മറ്റു സംവിധാനങ്ങളും മറ്റ് പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരെ എതിർക്കുകയും ചെയ്തുകൊണ്ട് അവിടെ ഒരു മണിക്കൂറിന് സംഭവം വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇനി ആ മണിക്കൂറിന് സംഭവിച്ചില്ല, അല്ലെങ്കിൽ അതിന് യാദൃശ്യമായിട്ട് സംഭവിച്ചില്ല, പിന്നെ എപ്പോൾ സംഭവിക്കും അതുകൂടി നമ്മൾ അറിയണം. അതിലേക്കാണ് 2030 ജൂൺ മാസമൊക്കെ ആകുമ്പോഴത്തേനും ഈ 1290 എന്നൊരു സംഖ്യ അവിടെ തുടങ്ങും. അത് 3.5 വർഷമാണ്. ആ 3.5 വർഷം ചെന്നെത്തിക്കുന്നത് 2033 യുഗാന്ത്യത്തിലേക്കാണ്. ആ യുഗാന്ത്യത്തിലേക്ക് എത്തുന്ന കാലഘട്ടത്തിൽ അവിടെ 2033 യുഗാന്ത്യത്തിലും 1 മണിക്കൂർ സമയം വരുന്നുണ്ട്. യുഗം അവസാനിക്കുന്ന കാലഘട്ടങ്ങളിൽ അപ്പോഴത്തേനും ലോകം ആണവയുദ്ധത്തിൻ്റെ പല മുകളിലേക്ക് പ്രവേശിക്കും. അങ്ങനെ വലിയ ദുരന്തങ്ങളും വലിയ പ്രശ്നങ്ങളും ആണവയുദ്ധത്തിൻ്റെ വക്കിലേക്ക് ആണവയുദ്ധം നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ സാഹചര്യത്തിന് മുമ്പ് ഇസ്രായേൽക്കാർ പെടുന്ന ജെറുസലേം ദേവാലയത്തെ വീണ്ടും അശുദ്ധമാക്കുകയും വീണ്ടും ഇസ്രായേൽക്കാർക്ക് ഒരു ചെറിയ ക്ഷതം സംഭവിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ പണിത ആ ജെറുസലേം ദേവാലയം വീണ്ടും എതിർശക്തികൾ, അതായത് ഗോഗ് യുദ്ധം, ഗോഗിൻ്റെ ആളുകൾ വന്ന് വീണ്ടും ഇസ്രായേലിനെ പരാജയപ്പെടുത്തുകയും തോൽപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ വന്നുകൊണ്ട് അവർ പിടിച്ചെടുക്കുന്ന കാലഘട്ടത്തിൽ അവിടെയും 1 മണിക്കൂറിൻ്റെ ഒരു പ്രശ്നം കർത്താവ് ഒരുക്കി വെക്കുന്നുണ്ട്. അന്നങ്ങനെ തോൽക്കുന്നു അല്ലെങ്കിൽ തോൽക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുമ്പോൾ അവർക്കെതിരെയുള്ള ശക്തിയുടെ മേൽ 1 മണിക്കൂറിൻ്റെ ആണവയുദ്ധം കർത്താവ് പ്രവർത്തിക്കും. മറ്റൊന്നാണ് യുഗാന്ത്യം. 2033 യുഗാന്ത്യത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ഇസ്രായേൽക്കാർ അവിടെയും 1 മണിക്കൂർ കർത്താവ് ഈ ആണവ അഗ്നി എടുത്തു ഉപയോഗിക്കും. പിന്നെയുള്ളത് 1 മണിക്കൂറാണ് യുഗം അവസാനിക്കുന്നത്. യുഗം അവസാനിച്ച് 6 യുഗം പൂർത്തിയായിട്ട് 7-ാം യുഗം വരുന്നൊരു കാലഘട്ടം. അതായത് ഭൂമിയിലെ 6 യുഗം പൂർത്തിയായ സൂര്യനും ചന്ദ്രനും ഭൂമിയും കൂടെ അപ്രത്യക്ഷമാവുകയും സ്വർഗമെന്ന പരമസത്യം വരികയും ദൈവം സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വന്നുകൊണ്ട് മനുഷ്യരെ മരിച്ചു ഉയർപ്പിച്ച് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ചെയ്യുന്ന ആ സമയം 2034 ഫെബ്രുവരി 15-ാം തീയതി പകൽ 11 മണിക്കും 12 മണിക്കും ഇടയ്ക്കുള്ള 1 മണിക്കൂർ. ആ 1 മണിക്കൂറും ഭൂമിയിലെ മറ്റെല്ലാ ബാബിലോൺ സംസ്കാരമുള്ള മറ്റെല്ലാ നഗരങ്ങളെയും, ലോകത്തിലെ മൊത്തം നഗരങ്ങളെയും, അപ്പോൾ ആ കാലഘട്ടം വരുമ്പോഴത്തേനും മനുഷ്യപുത്രൻ്റെ നാളുകളിൽ ലോകത്തിൻ്റെ നാളുകൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ നാളുകൾ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോകം മുഴുവനും, ഭൂമി മുഴുവനും ഒരു ലോത്തിൻ്റെ കാലഘട്ടം, അതൊരു ബാബിലോൺ സംസ്കാരം, ലോത്തിൻ്റെ കാലഘട്ടത്തിലെ പൈശാചികത അല്ലെങ്കിൽ സ്വർഗ്ഗഭോഗങ്ങൾ, അതിൻ്റെ വിവാഹമില്ലാതെ മറ്റ് ആസ്വാദനങ്ങൾ ഒക്കെയുള്ള കാലഘട്ടത്തിലേക്ക് ലോകം എത്തപ്പെടുകയും അപ്പോൾ ലോകത്തെ മൊത്തമായിട്ട് 1 മണിക്കൂർ കൊണ്ട് കർത്താവ് എന്നേക്കുമായിട്ട് ഈ ഭൂമിയെ നശിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കും ആ 1 മണിക്കൂറും കർത്താവിൻ്റെ മുമ്പിൽ 1 മണിക്കൂറാണ്. അപ്പോൾ ഇതൊക്കെ പ്രിയപ്പെട്ടവരെ, ഈ 2027, 2030, 2033 അവസാന കാലഘട്ടം, 2034 ഫെബ്രുവരി 15-ാം തീയതി കാലഘട്ടം, ഈ കാലഘട്ടങ്ങളിലൊക്കെ
ഓരോ മണിക്കൂറിൻ്റെ പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. അപ്പോൾ കർത്താവ് നിശ്ചയിക്കുന്ന ഇതിനകത്തെ നിശ്ചയിക്കുന്ന ഈ ഇതിനെ നശിപ്പിക്കുന്ന ഈ വെളിപാട് ഗ്രന്ഥത്തിൽ വന്നിരിക്കുന്ന ആ ഒറ്റ മണിക്കൂർ ഏത് മണിക്കൂറിലാണെന്ന് നമുക്ക് പെട്ടെന്ന് പ്രവചിച്ച് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഇത് പലപ്പോഴും ഇത് ഘട്ടം ഘട്ടമായിട്ട് ഏത് കാലഘട്ടത്തിലെ ഒരു മണിക്കൂറും കർത്താവിനെ നഗരങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് ലോകം എത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കർത്താവ് ഏത് മണിക്കൂറാണ് തിരഞ്ഞെടുക്കുന്നത്, കർത്താവ് ഏത് രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഏത് പശ്ചാത്തലമാണ് ഭൂമിയിൽ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോഴാണ് സ്വർഗം അവിടെ തീരുമാനിക്കുക. അതുകൊണ്ടാണ് സ്വർഗത്തിൽ വിജയഗീതം എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 1-ാം ദിനം, ഇതിനുശേഷം സ്വർഗത്തിൽ വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ പേരിൽ ശക്തമായൊരു സ്വരം ഞാൻ കേട്ടു, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റെതാണ്. അവിടെ ആ കാലഘട്ടം വരെ കേട്ട യേശുക്രിസ്തുവിൻ്റെ രക്ഷയും, ആ കാലഘട്ടത്തിൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ മഹത്വവും, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവിധം ശക്തിയുള്ള ശക്തി എന്ന പരിശുദ്ധിയുള്ള മനുഷ്യരുടെ രൂപാന്തരീകരണവും സംഭവിക്കുന്ന ആ വലിയ സംഭവത്തെയാണ് കർത്താവ് നമ്മുടെ ദൈവത്തിൻ്റെതാണ്, ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റെതാണ്. അവിടുത്തെ വിധികൾ സത്യവും നീതിപൂർണവുമാണ്. വ്യഭിചാരം കൊണ്ട് ലോകത്തെ മലിനമാക്കിയ മഹാവേശ്യയെ അവിടുന്ന് വിധിച്ചു. അവളുടെ കൈകൊണ്ട് ചിന്തിയ അവിടുത്തെ ദാസരുടെ രക്തത്തിന് അവിടുന്ന് പ്രതികാരം ചെയ്തു. രണ്ടാമതും അവർ പറഞ്ഞു, ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 24 ശ്രേഷ്ഠന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് സിംഹാസനസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. അപ്പോൾ ഇനി ഞാൻ മനസ്സിലാക്കുന്നത്, പ്രിയപ്പെട്ടവർ, ഇങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും കർത്താവ് ഇതിൻ്റെ പുക എന്നേക്കും ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മഹാബാബിലോൺ എന്ന് പറയുന്ന ബാബിലോൺ സംസ്കാരമുള്ള ലോകം, അന്ന് ലോകത്തിൻ്റെ നാളുകൾ പോലെ ആയിരിക്കും ലോകം മുഴുവനെങ്കിൽ, കർത്താവ് സ്വാഭാവികമായും ഈ ലോകത്തെ മൊത്തമായിട്ട് ഒറ്റ മണിക്കൂർ കൊണ്ട് നശിപ്പിക്കുന്ന ആ അവസ്ഥയാണ് കർത്താവ് ശരിക്കും. അതിൻ്റെ പുക എന്നേക്കും ഉയർന്നുകൊണ്ടിരിക്കും. ആണവ സ്ഫോടനങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് 1-2 അണുബോംബുകളുടെ ഒരു 5, 10 അല്ല പ്രിയപ്പെട്ടവർ പൊട്ടുന്നത്. ആയിരങ്ങളുടെ വ്യൂഹങ്ങളാണ് പൊട്ടുന്നത്. 1000-ൻ്റെ വ്യൂഹം, 2000-ൻ്റെ വ്യൂഹം, 5000-ൻ്റെ വ്യൂഹം, അങ്ങനെ ആയിരക്കണക്കിന് ആണവ സ്ഫോടനങ്ങൾ ഒരേ സെക്കൻഡിൽ നടക്കും. അത്ര സംവിധാനങ്ങളാണ് ഈ സംഭവത്തിനുള്ളത്. അതായത് പ്രത്യേകിച്ചും നമുക്കറിയാം, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ഇത് മൂന്നും കൂടെ ഒറ്റ സെക്കൻഡില്ല, ഒറ്റ നിമിഷം, ഒരൊറ്റ സമയത്താണ് ഇത് അപ്രത്യക്ഷമാണ്. അതുകൊണ്ടാണ് സെഫാനിയുടെ പുസ്തകത്തിൽ പറയുന്നത്. സെഫാനിയുടെ പുസ്തകത്തിൽ എൻ്റെ വചനം എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുള്ള വചനമാണ്, നിങ്ങൾക്കറിയാമത്. സെഫാനിയുടെ പുസ്തകത്തിൽ കർത്താവിൻ്റെ പുസ്തകം മറ്റൊരു പുസ്തകം വചനമുണ്ട്, ഇതാ കർത്താവിൻ്റെ ദിനം അതിവേഗം വരുന്നു, അങ്ങനെ വചനമുണ്ട്. അതിനുശേഷം പറയുകയാണ്, സകല ഭൂവാസികളും ഭൂമിയിൽ വസിക്കുന്ന സകല മനുഷ്യരും അതിൻ്റെ വസ്തുക്കളും ഒറ്റ സെക്കൻഡ് കൊണ്ട് കർത്താവ് കത്തിച്ചു കളയും. ഒറ്റ നിമിഷം കൊണ്ട് അത് അപ്രത്യക്ഷമാവുന്നതാണ് സെഫാനിയുടെ പുസ്തകത്തിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കുന്നത്, സ്വർഗം തന്നെ വിജയഗീതം ആരംഭിക്കണമെങ്കിൽ, സ്വർഗം അതുപോലെ വിജയിക്കണമെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാലേ സ്വർഗം ആനന്ദിക്കുകയുള്ളൂ, സ്വർഗം വിജയഗീതം ആരംഭിക്കുകയുള്ളൂ, സ്വർഗത്തിലെ വിജയഗീതം ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കുന്നത്, ഒന്നെങ്കിൽ യുഗാന്ത്യത്തിൻ്റെ അവസാനത്തിൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വരവിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടം. ആ കാലഘട്ടം യുഗം അവസാനിച്ച ശേഷം 1290 ദിവസം പൂർത്തിയായി. അതിനുശേഷം 1335 ദിവസം എന്ന് പറയുന്ന അതിനിടയ്ക്കുള്ള 45 ദിവസം, 1.5 മാസം. ആ 1.5 മാസമാണ് 2034 ഫെബ്രുവരി 15-ാം തീയതി. ആ സമയത്തായിരിക്കും കർത്താവ് ചെയ്യുക. ദൈവം അത് ഈ ഓരോ കാലഘട്ടങ്ങളിലെ ഓരോ മണിക്കൂറും കർത്താവിന് ഉപയോഗിക്കൂ എന്നും ദൈവത്തിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന നിഗൂഢരഹസ്യമാണ്, സ്വർഗത്തിൻ്റെ നിഗൂഢരഹസ്യമാണ്. അത് നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെട്ട് കിട്ടുക സാധ്യമല്ല. അത് കർത്താവ് പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് അത്. അപ്പോൾ നമുക്ക് ഈ കാലഘട്ടം 2027-ലോ 2030-ലോ 2033-ലോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള 45 ദിവസത്തിൻ്റെ അവസാനത്തിൽ 2034 ഫെബ്രുവരി 15-ാം തീയതിയോ പകൽ 11 മണിക്ക് 12 മണിക്കിടയ്ക്ക് അന്നാണ് കർത്താവിന് ആമോസ് പ്രവാചകൻ പറയുന്നുണ്ട്, അന്ന് നട്ടുച്ചയ്ക്ക് ഞാൻ സൂര്യനെ അന്ധകാരത്തിലാക്കും, അന്ന് ഭൂമിയെ ഞാൻ അന്ധകാരത്തിലാഴ്ത്തുന്ന കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്തായിരിക്കും ചിലപ്പോൾ സംഭവിക്കുക, കർത്താവ് ഈ ഒറ്റ മണിക്കൂർ കൊണ്ട് ഈ 3 പ്രപഞ്ചത്തിലെ 3 നക്ഷത്രങ്ങളെ, അതായത് സൂര്യൻ, ചന്ദ്രൻ, ഭൂമിയെ നശിപ്പിച്ചുകൊണ്ട് കർത്താവ് വിജയഗീതം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കാലഘട്ടങ്ങൾ ചുരുങ്ങിയ കാലഘട്ടങ്ങളെ നമുക്കുള്ളൂ. ഈ പറഞ്ഞ ഡേറ്റുകൾക്കൊക്കെ 2025 മുതൽ കണക്കൂട്ടിയാൽ എത്ര വർഷമുണ്ട് നമ്മൾ കണക്കൂട്ടിയാൽ മതി. അപ്പോൾ ഈ മണിക്കൂറുകളൊക്കെ നമ്മുടെ അടുത്തേക്ക് എത്താൻ അധികം കാലമില്ല. ഇവിടെ നമുക്കെന്താണ് ഇതുമായിട്ടുള്ള റോള്? അപ്പോൾ മഹാബാബിലോണെ കർത്താവ് വിധിച്ചു കൊള്ളട്ടെ, മഹാബാബിലോണെ കർത്താവ് വിധിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തു കൊള്ളട്ടെ.
അതതിൻ്റെ പദ്ധതിക്ക് വന്നുകൊള്ളട്ടെ. പക്ഷെ ഇവിടെ നമുക്ക് വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ കർത്താവ് പറയാണ്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റെതാണ്. ഇതാണ് നമ്മുടെ പ്രാധാന്യം. രക്ഷ യേശുക്രിസ്തു, നമ്മൾ യേശുക്രിസ്തുവിലായിരിക്കുന്ന അവസ്ഥ. മഹത്വം എന്ന് പറയുന്നത് രണ്ടാം വരവ്. ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധി, നമ്മുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും പരിശുദ്ധി. അത് നമ്മുടെ ദൈവത്തിൻ്റെതാണ്. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം ദൈവമല്ല. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. കാരണം പിതാവായ ദൈവത്തെ നമ്മൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ കാണാത്ത സ്ഥിതിക്ക് നമ്മൾ കണ്ട ദൈവം ഏതാണ്? നമ്മൾ കണ്ട ദൈവം ഏതാണ്? യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ് ലോകം കണ്ടത്. 33 വർഷം ലോകത്ത് ജനിച്ച്, ഒരു സ്ത്രീയിൽ ജനിച്ച്, അതൊരു കുഞ്ഞായി പിറന്ന്, അതൊരു മനുഷ്യനായി വളർന്ന്, അത് യേശുവായി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച്, സുവിശേഷം പങ്കുവെച്ച്, പഠിപ്പിച്ച്, ശരീരത്തെ പീഡനയ്ക്ക് വിട്ടുകൊടുത്ത്, പാപങ്ങൾ ഏറ്റെടുത്ത് മരിച്ച്, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, നിത്യജീവനിലേക്ക് സ്വർഗത്തിലേക്ക് പോവുകയും വീണ്ടും തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു ദൈവത്തെ ലോകം കണ്ടുമുട്ടിയത് നമ്മുടെ ദൈവം എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷയും മഹത്വവും ശക്തിയും അതിനുള്ള ഒരുക്കം നമ്മളിലുണ്ടോ? ഈ സംഭവങ്ങളൊക്കെ ഇത് ഏതാനും വർഷങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കും. അപ്പോൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ മരിച്ചാലും നാളെ മരിച്ചാലും, ഞാൻ എൻ്റെ മുൻ ക്ലാസ്സിൽ ഞാൻ പറയുന്ന മരണനിദ്ര ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ ഭാഗ്യവാന്മാർ. ഒരു മനുഷ്യന് 4 മരണമുണ്ടെന്ന് ഞാൻ ഇതിന് മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. റാപ്ചറിൻ്റെ ക്ലാസ്സിൽ അത് കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ പ്രായമനുസരിച്ചുള്ള ക്രമീകരണം വെച്ചുമ്പോൾ നമുക്ക് നിദ്രയാണോ മരണനിദ്രയാണോ, അതോ ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ ഭാഗ്യവാന്മാർ. യേശുവിൽ രക്ഷ പ്രാപിച്ച്, അഭയം പ്രാപിച്ച്, യേശുവിൽ പരിപൂർണ്ണ വിശുദ്ധി പ്രാപിച്ച് നമ്മൾ എത്തപ്പെട്ട് മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതി അടയ്ക്കുക എന്ന് പറയുന്നത്. ഒരു പരിപൂർണത, ക്രിസ്തുവിൽ ഒരു പരിപൂർണത കണ്ടെത്തി, ഇനി മരിക്കാറായി, അല്ലെങ്കിൽ മരിക്കേണ്ട പ്രായമായി, ഇനി ഞാൻ മരിക്കുന്നു, ആ ഒരു പശ്ചാത്തലത്തിൽ കർത്താവിൽ മൃതി അടയുന്ന അവസ്ഥ. അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം, ആ 19-ാം അധ്യായത്തിൻ്റെ അർത്ഥം ഇതാണ്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവ് തൻ്റെ ഈ മതിലിന്മേലെല്ലാം അഗ്നി അയച്ചുകൊണ്ട് ആ 1 മണിക്കൂർ ബാബിലോൺ നഗരത്തിൽ നിന്ന് നശിപ്പിക്കുവാൻ ദൈവത്തിന് ഏത് നിമിഷവും സാധിക്കും. പക്ഷേ കർത്താവ് ഒരുക്കപ്പെട്ട ആ 1 മണിക്കൂർ എപ്പോഴാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം കർത്താവിന് മുമ്പിൽ. പക്ഷെ നമുക്ക് ഇതേ ഉള്ളൂ, നമ്മൾ ചിന്തിക്കേണ്ട ഇതേ ഉള്ളൂ, നമുക്ക് രക്ഷയും മഹത്വവും ശക്തിയും ഇത് മൂന്നും നമുക്ക് പ്രതീക്ഷിക്കാനും വിശുദ്ധി പ്രാപിക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം വെച്ച് സിംഹാസനസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. ആ ദൈവമാണ് നമ്മുടെ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് വളരാം. അതിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ്, ആ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മ ഹൃദയത്തിൽ വന്ന് നിറയുന്നതനുസരിച്ച് ശക്തി, വിശുദ്ധിയും ശക്തിയും വിശുദ്ധിയും, ഇത് കൂടി വന്ന പരിശുദ്ധിയുടെ ശക്തി, ആ ശക്തി നമ്മൾ നിറയുമ്പോൾ കർത്താവ് വരുന്ന സമയത്ത് നമുക്ക് മേലേക്ക് ഉയർന്നു പോകാൻ, എടുക്കപ്പെടുവാൻ, റാപ്ചർ സംഭവിക്കപ്പെടുവാൻ അതിന് തക്കതായ ഒരു വിശുദ്ധിയുടെ തലത്തിലേക്ക് എൻ്റെ മനസ്സും ശരീരവും ആത്മാവും എത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അവസരമാണ് ഈ ക്ലാസ്സുകളെല്ലാം, പ്രിയ സഹോദരങ്ങളെ. അതിനാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് വചനം കേട്ട് വിശുദ്ധി പ്രാപിക്കുവാൻ നമ്മെ ഒരുക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനവും തിരുശക്തിയും തിരുലിഖിതങ്ങളുടെ പ്രായോഗിക തലത്തിൽ നമ്മുടെ ജീവിതവും വളരെ ഫലദായകമായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ നമ്മൾ യോഗ്യരാക്കപ്പെട്ടെ. പ്രിയ സഹോദരങ്ങളെ, 10, 11, 12 തീയതികളിൽ കല്ലംകുളം ധ്യാന സെൻറ്ററിൽ ധ്യാനം നടക്കുന്നുണ്ട്. അവിടെ വന്ന് നമുക്ക് കർത്താവിൻ്റെ തിരുവചനം ശ്രവിച്ച് നല്ല കുമ്പസാരിച്ച് വിടുതൽ ആരാധനയിൽ പങ്കെടുത്ത് നല്ല വചനം ശ്രവിച്ച് ആരാധന നയിച്ച് ഒരിക്കൽ കൂടി നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും ഈ പറഞ്ഞ രീതിയിൽ രക്ഷ, മഹത്വം, ശക്തി, അത് യേശുക്രിസ്തുവിലാണെന്ന് നമ്മൾ പറഞ്ഞാലും നമ്മൾ ക്രിസ്ത്യാനിയാണ് ജനിച്ചുകൊണ്ടൊന്നൊരു പ്രയോജനമില്ല, പ്രിയപ്പെട്ടവരെ. നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയെന്ന് പറഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല. ഒരു പള്ളിപ്പോക്കിനേക്കാളൊക്കെ അപ്പുറം എല്ലാ വിധത്തിലും മനസ്സ് അത് ഇവിടെയും വരുമ്പോൾ ഞാൻ അവസാനമായിട്ട് നിങ്ങൾ പറയുന്നൊരു വചനം കൂടെ വീണ്ടും എടുത്തു പറയാൻ തന്നെ ആഗ്രഹിക്കുകയാണ്. കാരണം വെച്ചാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട വചനമാണ്. ആ വചനം ഇതാണ്: എല്ലാത്തിൻ്റെ അടിസ്ഥാനം സുവിശേഷത്തിനേക്കാളേറെ അതിനിപ്പുറത്തേക്ക് വന്നുവരുമ്പോൾ ഒരു മനുഷ്യൻ്റെ സമ്പൂർണ്ണ വിശുദ്ധിക്ക്, സമ്പൂർണ്ണ രൂപാന്തരീകരണത്തിന് വെളിപാട് 22:14 മാത്രമേ വചനമുള്ളൂ. ജീവൻ്റെ പക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ അങ്കികൾ, അവയവങ്ങൾ, ആ ഇന്ദ്രിയങ്ങളെല്ലാം പരിശുദ്ധി കൊണ്ട് നിറയ്ക്കുവാൻ 5 കന്യകമാർ തൻ്റെ ഇന്ദ്രിയമാകുന്ന വിളക്കുകളിൽ എണ്ണ ശേഖരിച്ചതുപോലെ ഈ കാലഘട്ടങ്ങളിൽ
എണ്ണ ശേഖരിക്കാൻ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിറയ്ക്കുവാൻ പറ്റിയൊരു സാഹചര്യവും അവസരവും വളരെ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കണം. പ്രിയപ്പെട്ട, ഇനി ഒരു ചെറിയ സന്ദേശം കൂടിയുണ്ട്. ഞാൻ നിങ്ങളത് പറയാൻ അല്പം താമസിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചകളിൽ സന്ദേശമുള്ളതാണ്. ഇതാണ്, യുദ്ധം ഉടൻ തന്നെ ലോകത്ത് പൊട്ടിപ്പുറപ്പെടുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ വരുന്നു. അവിടെ എണ്ണയ്ക്ക് കയറ്റുമതിക്കും വരവിനും തടസ്സം നേരിടുന്നു. അങ്ങനെ സമയത്ത് നമ്മൾ ഉടൻ വേണ്ടത് ചെയ്യാമെന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ എന്താണ് ചെയ്യാനുള്ളത്? നമ്മൾ ആവശ്യമുള്ള കുറച്ച് വസ്ത്രങ്ങളും കുറച്ച് മെഡിസിനുകളും അത്യാവശ്യം ചെരുപ്പ് അങ്ങനെ പോലെ സാധനങ്ങളൊക്കെ നമ്മുടെ മാർക്കറ്റിലും വാങ്ങാനുള്ളതൊക്കെ ഒരു ചെറിയ കരുതൽ ശേഖരം നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം. കാരണം പെട്ടെന്ന് മാർക്കറ്റുകൾക്ക് പ്രശ്നങ്ങൾ ഇനി വരും. അതുകൊണ്ട് കർത്താവ് പ്രത്യേകം അതിനുണ്ട്, ബാബിലോൺ നഗരങ്ങളെ കർത്താവ് ഒറ്റ മണിക്കൂർ കൊണ്ട് നശിപ്പിക്കുമെങ്കിൽ ആ നഗരത്തിൽ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ വാങ്ങുവാൻ നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നുകൾ, അല്പം വസ്ത്രങ്ങൾ, അല്പം അരികൾ, കുറച്ച് അരി കൂടുതൽ വീട്ടിൽ ഒരു സംരക്ഷണമായിട്ട് നമുക്ക് മേടിച്ച് വെക്കേണ്ടതായിട്ട് വരും. അതിന് വാഹനമുള്ളവർ കുറച്ച് എണ്ണ, പെട്രോൾ, ഡീസലൊക്കെ കുറച്ച് കൂടുതൽ മേടിച്ച് കരുതി വയ്ക്കുക. അങ്ങനെ ഒരു ചെറിയ കരുതൽ അതിന് മുമ്പിൽ നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. അതിൻ്റെ കാരണം നമുക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ വചനം ശ്രവിക്കുന്ന ജനങ്ങൾ 3 ദിവസം അടുപ്പിച്ച് അവർ ഭക്ഷണം കഴിക്കാതെ കർത്താവിൻ്റെ വചനം ശ്രവിച്ചു. അന്ന് 5000 പുരുഷന്മാരായിരുന്നു കർത്താവിൻ്റെ അത്ഭുതം നിറഞ്ഞ ഭക്ഷണം കഴിച്ചതെന്ന് അവിടെ ബൈബിളിൽ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കർത്താവ് നമ്മൾ ചോദിക്കുന്നത്, നിൻ്റെ കയ്യിൽ എത്ര അപ്പമുണ്ടെന്ന് ചോദ്യം. അന്നത്തെ ജനത്തിൽ ആ ജനങ്ങളോട് പറഞ്ഞു, ശിഷ്യന്മാർ പറഞ്ഞു ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കും. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ 200 ദനാരയ്ക്ക് പോയി അപ്പം മേടിച്ചുകൊണ്ട് വരട്ടേന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പിന്നെ അതിന് പോലും തികയില്ല. അപ്പോൾ ഇവിടെ ആരുടെയെങ്കിലും അടുത്ത് അപ്പമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഇപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, എൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് അതുപോലെ ചോദിക്കുകയാണ്, നിൻ്റെ കയ്യിൽ എത്ര അപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം നന്മകളുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്തെല്ലാം സാധനങ്ങളുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം ഇപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്, എന്തെല്ലാം നിങ്ങളൊരു കരുതലോടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നൊരു ചോദ്യം കൂടെ കർത്താവ് വരും. അതുകൊണ്ട് ഏതു നിമിഷവും നമ്മൾ ഈ കാര്യങ്ങളിൽ ഒരു ജാഗ്രത. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെപ്പോലെ വിവേകികളുമായിരിക്കും. ഇനിയുള്ള കാലഘട്ടം വളരെ കരുതലോടെ മുന്നോട്ട് ജീവിക്കേണ്ട ഒരു പശ്ചാത്തലവും കാലഘട്ടമാണ്. ഇവിടെ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ട് പോയവരെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കുക, അപ്പോൾ യുദ്ധമുണ്ടാവുകയില്ല. അല്ലെങ്കിൽ യുദ്ധമുണ്ടാകും എന്നൊക്കെ അദ്ദേഹം പറയപ്പെടുമ്പോൾ ഏതു നിമിഷവും ഒരു യുദ്ധമുണ്ടാവാം. അങ്ങനെ വന്നാൽ ഈ ഓരോ മണിക്കൂർ കർത്താവിൻ്റെ മുമ്പിൽ ഓരോ മണിക്കൂറിലും എന്തു സംഭവിക്കും? കർത്താവ് നിശ്ചയിച്ച ആ മണിക്കൂർ, ഒറ്റ മണിക്കൂർ മതി കർത്താവിന് ഈ പറഞ്ഞ രാഷ്ട്രങ്ങളെയൊക്കെ കത്തിച്ചു കളയാൻ. അപ്പോൾ ആണബോംബ് ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ബോംബുകൾ ഇട്ടുകൊണ്ടോ ഒക്കെ ചെയ്യാൻ ആ രാഷ്ട്രങ്ങൾക്ക് കഴിയും. അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ഒക്കെ സാധിച്ചിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നമുണ്ടാകും. അപ്പോൾ കർത്താവ് പറഞ്ഞ ആ മണിക്കൂറുകൾ ഏത് നിമിഷവും നമ്മുടെ മുമ്പിലേക്ക് വരാം. ആ ഒരു ബുദ്ധിയും ചിന്തയും നമ്മുടെ ഹൃദയത്തിൽ വേണം. പ്രിയപ്പെട്ടവരെ, ചെറിയ കാര്യങ്ങളല്ല ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് നിസ്സാരമായിട്ട് തോന്നാം. പക്ഷേ ഇതെല്ലാം അടുത്തെത്തുമ്പോഴേ നമുക്ക് അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതിനാൽ കർത്താവ് മുന്നറിയിപ്പിൽ കൂടെ നിങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഈ വചനത്തിൽ കൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്കൊരു ശക്തമായ ഒരുക്കം വേണം. അതിനാൽ നിങ്ങൾ കഴിയുന്നത്ര നിങ്ങൾ ധ്യാന സെൻറ്ററുകളിലേക്ക് വരിക. 10, 11, 12 തീയതികളിലെ ധ്യാനങ്ങളിലേക്ക്, തൃശ്ശൂർ കല്ലംകുളം ധ്യാന സെൻറ്ററിലേക്ക് വരാൻ പറ്റുന്നവർ കഴിയുന്നത്ര വരിക. കാരണം ഇനി വരുന്ന മാസം നമുക്കൊരു ധ്യാനം കൂടാമെന്നോ അല്ലെങ്കിൽ വരുന്ന മാസം ഞാൻ പോയിക്കൊള്ളാമെന്നോ നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. അതാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അടുത്ത മാസം ധ്യാനം കൂടാം, അല്ല പിന്നത്തെ മാസം, അല്ലെങ്കിൽ 2 മാസം കഴിയട്ടെ. ആ ഒരു ചിന്ത ഈ ധ്യാനത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവരുത്. മറിച്ച് ഈ അടുത്ത ആഴ്ചത്തെ ധ്യാനത്തിന്, നാളത്തെ ധ്യാനത്തിന് തന്നെ ഞാൻ പോകും, എനിക്ക് പെട്ടെന്ന് ഒന്നുകൂടി ഒരുങ്ങേണ്ട ആവശ്യമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിലെ വെള്ളി, ശനി, ഞായറിൽ നടക്കുന്ന ആ ധ്യാനത്തിലേക്ക് നമ്മൾ ധാരാളം ആളുകൾ വന്നുകൊണ്ട് കഴിയുന്നത്ര വിശുദ്ധി പ്രാപിക്കാൻ 2 ദിവസം പ്രിയപ്പെട്ടവരെ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കണം. നമ്മൾ 2 ദിവസം കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കണം. കാരണം ഇനി വരുന്ന 8 വർഷം, 2033 എന്ന ആ യുഗാന്ത്യ വർഷത്തിന് മുമ്പ് 8 വർഷം, 25, 8, 33, ആ 8 വർഷത്തിനുള്ളിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലായിരിക്കും നിങ്ങൾക്ക് ധ്യാനം കൂടാനോ ഒന്നും ഒരുങ്ങാനോ ഉള്ള അവസരം ലഭിക്കുക. കാരണം അടുത്ത മാസം, അടുത്ത പിന്നത്തെ മാസം ലോകം യുദ്ധത്തിലേക്ക് പ്രവേശിച്ചേക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം വരികയുള്ളൂ. അതിനാൽ ഇപ്പോഴത്തെ അവസരത്തെ, ഈ നിമിഷം തന്നെ നമ്മൾ തീരുമാനമെടുത്ത് ധ്യാന സെൻ്ററിൽ കൂടെ വന്ന് കഴിയുന്നത്ര വിശുദ്ധി പ്രാപിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോകണം. അതുകൊണ്ടാണ് എന്നെ ഓരോ മണിക്കൂറുകളെ ഈ കർത്താവ് ഈ ബാബിലോൺ നഗരത്തെ നശിപ്പിക്കുന്ന ആ മണിക്കൂറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 2027 2030 സംഭവിക്കാം, 33 അവസാനം സംഭവിക്കാം, അതിനുശേഷവും സംഭവിക്കാം. അപ്പോൾ ഇതെല്ലാം കർത്താവ്
ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതൊക്കെ സംഭവിക്കുമ്പോൾ കൃത്യമായിട്ട് സംഭവിക്കും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.